നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫാമുകളും നഴ്സറീസും ഒക്കെ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഹീലിയോ ഭാഗത്തുള്ള ഒരു ഫാം കാണാൻ പോയിട്ടുണ്ടായിരുന്നതാണ്. എക്സാക്റ്റ് ഹീലിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഹീലിയോയുടെ ഓപ്പോസിറ്റ്, അതായത് നമ്മുടെ ഷാർജ റോഡിന് ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫാമുകളിൽ നമ്മൾ ആട്, കോഴി, താറാവ് കൃഷികളൊക്കെ കാണുമെങ്കിലും ഇവിടെ നമുക്ക് മാനുമൊക്കെ കാണുന്നുണ്ടായിരുന്നു. മാനുകളെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ഫാമായിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇവിടെയുള്ള ഒട്ടുമിക്ക ഫാമുകളൊക്കെ റീലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പം കൃഷി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം ബാക്കിയുണ്ട് എന്ന് പറയാൻ കുറേ ആടുകൾ, മാനുകൾ, പിന്നെ കോഴി, താറാവ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം തന്നെ ഉള്ളൂ. മുമ്പൊക്കെ കോഴിമുട്ടയും താറാമുട്ടയൊക്കെ അവൈലബിൾ ആയിരുന്നെങ്കിലും ഇപ്പം ശരിക്കും ഇവിടെ സെയിലായിട്ടുള്ളത്, ഇപ്പം ഇവിടെ മാനിനെയൊക്കെ കട്ട് ചെയ്യുന്ന സമയമാണെങ്കിൽ നമുക്ക് മാനിൻ്റെ ഇറച്ചി വാങ്ങാൻ കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് പോയിട്ട് കളക്ട് ചെയ്യാം. പിന്നെ ആട്, ആട്ടിൻ കുട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ഈ കൊമ്പുള്ള ടൈപ്പ് മാനുകളൊക്കെ വളരെ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരധികം അങ്ങനെ അടുത്തേക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ പെൺമാനുകളൊക്കെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം ഇവരെയൊക്കെ ഒന്ന് ഫീഡ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളും ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാറുള്ളത് കൊണ്ട് അവർ കുബൂസൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ മാനുകളൊക്കെ ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാനിൻ്റെ ഇറച്ചിക്ക് വരുന്നത് 100 ദിറംസാണ് കിലോയ്ക്ക്. ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ കുറേ ഫാമുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് കോഴികളെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ വേറെയും ഫാമുകളൊക്കെ ഉണ്ട്. പിന്നെ ഒട്ടുമിക്ക ഫാമുകളൊക്കെ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം വരുന്നവരൊക്കെ അത്യാവശ്യം വിളിച്ച് ചോദിച്ചിട്ട് എന്തൊക്കെ അവൈലബിൾ ആണ് എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെ വരേണ്ടി വരും. പിന്നെ ചിലരൊക്കെ ഇത്തരം വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പാർക്കിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നുണ്ടാവും. ഇത്തരം ജീവജാലങ്ങളെയൊക്കെ വളർത്തുന്നതിൻ്റേതായ ഒരു സ്മെല്ലും മെസ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. ഇവിടെയും അത് നമുക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ പോരാത്തതിന് പകുതിയിലധികം കൂടുകളൊക്കെ റീലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പൊളിച്ചുമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ആടും കുട്ടികളൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതൊക്കെ ഒരാഴ്ച പ്രായമുള്ള ആട്ടിൻ കുട്ടികളാണ്. ഇതിൽ ഈ ചെവി നീണ്ട ടൈപ്പ്, ഈ ജംനാപാരി ടൈപ്പൊക്കെ വരുന്നതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇതിനൊക്കെ ഒരു 500 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരെയൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊരു ആവേശത്തിന് നമുക്ക് വാങ്ങാനൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ വളരെ പരിമിതമായ സ്ഥലത്ത് ഇവരെ വളർത്തിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ വിൻ്റർ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ ആടിൻകുട്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാങ്ങാനുള്ള പരിപാടി നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആലോചിച്ചുവെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഫാമൊക്കെ ഒന്ന് കണ്ടിട്ട് യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.